ആ വണ്ടി ഒതുക്കിയിട്ടിട്ട് ഡ്രൈവറിന്റെ അടുത്തും കണ്ടക്ടറുടെ അടുത്തും എന്റെ അടുത്ത് വരാൻ പറ. ആ വണ്ടി അങ്ങോട്ട് ഒതുക്കിട്ടോ, ഡ്രൈവറും കണ്ടക്ടറും ഇറങ്ങിയോ? സാറ് വിളിച്ചു കേട്ടില്ലേ? വാ. നീ എന്തുകൂടെ അങ്ങോട്ട് പോയി പറയത്തില്ലേ? ഇവിടെ എന്നേ പറയത്തുള്ളൂ. സോറി സാർ. നിങ്ങൾ ഏത് ഡിപ്പോയിലെ വണ്ടിയാ? ഏത് ഡിപ്പോയിലെ വണ്ടിയാ? ആക്രിമുക്ക് സാറേ, ആക്രിമുക്ക്. നീയൊക്കെ ഈ സർക്കാർ വണ്ടിക്കകത്ത് ആക്രി വല്ലതും പറക്കുന്നുണ്ടോ? ഇതിനകത്ത് മൊത്തം കുപ്പിയാണല്ലോ. ഒരു ചാക്കി വരാനുള്ള കുപ്പി കിടപ്പുണ്ടല്ലോ ഈ വണ്ടിക്കകത്ത്. നിനക്കൊക്കെ എന്തോ ജോലി? ജോലി എന്ന് പറയുമ്പോ ഞാൻ ഡ്രൈവർ, വണ്ടി ഓടിക്കുന്ന. നീയൊക്കെ വണ്ടിക്ക് മണി അടിച്ചോ? എനിക്കിട്ട് മണി അടിക്കല്ലേ. നിന്റെയൊക്കെ ജോലി ഡ്രൈവറും കണ്ടക്ടറും എന്ന് എനിക്കറിയാം. അതല്ല ഞാൻ ചോദിച്ചത്. രാവിലെ വന്ന് ജോലിക്ക് കയറുന്നതിന് മുമ്പേ നീയൊക്കെ ജോലിക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം വൃത്തിയാക്കാനുള്ള ബോധമൊക്കെ നിനക്ക് ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ മണി അടിക്കാൻ വന്നേക്കുന്നു. ഞങ്ങളെന്തോ രാവിലെ ഒന്ന് കുപ്പി പറക്കണോ? ഇതിൽ ഇന്നലെയും മെനിങ്ങാന്നും ഒക്കെ ജോലി ചെയ്തവർ കുടിച്ച കുപ്പിയും യാത്രക്കാർ കുടിച്ച കുപ്പിയും ഉൾപ്പെടെ ഒരുപാട് കുപ്പികളുണ്ട്. അതൊക്കെ പറക്കണോ ഞങ്ങൾ രാവിലെ? എന്നെ കൊണ്ട് കുപ്പിയൊന്നും പറക്കാൻ പറ്റത്തില്ല. 2-3 ലിസ്റ്റിലൊക്കെ ഉണ്ട്. ഞാൻ ഇത് കഴിയുമ്പോ ഞാൻ അങ്ങോട്ട് പോകും. ഇതിനകത്ത് കുപ്പി കൂടി കിടന്നിട്ട് മനുഷ്യർക്ക് ഇരിക്കാൻ സ്ഥലമില്ല. ഒരു മിന്നൽ പരിശോധനയ്ക്ക് ഇറങ്ങിയോണ്ടല്ലേ ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയത്. ഇതെല്ലാം നന്നാക്കിയിട്ടേ ഞാൻ പോകത്തുള്ളൂ. മിന്നൽ പരിശോധനയ്ക്ക് ഇറങ്ങിയപ്പോ സാറ് ഈ കുപ്പി മാത്രമേ കണ്ടുള്ളൂ. ഈ കയറി കെട്ടി വെച്ചേക്കുന്ന ഡോർ സാറ് കണ്ടില്ല. കട്ട തീരാറായി ടയർ കണ്ടില്ല. കീന്ന് കയറിയ ഈ വൈപ്പർ സാർ കണ്ടില്ല. 2 ഞെട്ടിന്റെ ഇടയിൽ കിടക്കുന്ന ഗിയർ സാർ കണ്ടില്ല. ഞാൻ കാണാത്തതൊന്നും രണ്ടുപേരും എന്നെ കാണിക്കല്ലേ. വേറെ വല്ലതും ഉണ്ടോ? സാറ് കാണാൻ ഇനിയുണ്ട്. എപ്പ വേണേലും ചന്തി പൊത്ത് കയറാവുന്ന സീറ്റ്, മഴ പെയ്താ ചോന്നിരിക്കുന്ന റൂഫ്, ഇതൊന്നും സാറ് കണ്ടില്ല. സാറ് കണ്ടത് എന്തുവാടേ? 2 കുപ്പി. മാസാമാസം ശമ്പളം എണ്ണി വാങ്ങിക്കുന്നതിന്റെ ഉത്തരവാദിത്തം കാണിക്കണം. ഇത്തിരിയെങ്കിലും ഒരു ആത്മാർത്ഥത ഈ കോർപ്പറേഷനോട് കാണിക്കണം. തരുന്ന ശമ്പളത്തിന്റെ ജോലി ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ റൂട്ട് സമയത്ത് ഞങ്ങൾ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. യാത്രക്കാര് കുടിച്ചിട്ടുള്ള കുട്ടി ഞാൻ പറയെ കളയണോ? അതെടുത്ത് ഞാൻ ജാക്കി കെട്ടി വീട്ടിൽ കൊണ്ടുപോകണം. ഞങ്ങളുടെ ബുദ്ധിമുട്ട് അറിയണമെങ്കിൽ സാർ ഒരു കാര്യം ചെയ്യണം. സാർ ആ AC കാറിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങണം ആദ്യം. എന്നിട്ട് ആ AC ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് രാവിലെ ഞങ്ങളുടെ ഒരു റൂട്ട് തുടങ്ങുന്ന സമയം മുതൽ റൂട്ട് തീരുന്ന സമയം വരെ ഞങ്ങളുടെ കൂടെ ഈ ബസ്സിൽ യാത്ര ചെയ്യണം. അപ്പോഴേ ഞങ്ങളുടെ ബുദ്ധിമുട്ട് സാറിന് മനസ്സിലാകത്തുള്ളൂ. നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഒന്നും നന്നാവത്തില്ല. നീ എല്ലാം കൂടെയാണ് ഈ പരുവാക്കിയത്. എല്ലാത്തിനെയും നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഈ മിന്നൽ പരിശോധന തീരുമ്പോഴത്തേന് ഒന്നീ നിന്നെയൊക്കെ ഞാൻ നന്നാക്കും, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകും. ഏതെങ്കിലും ഒന്ന് നടക്കും. പറയുമ്പോ എല്ലാം പറയണല്ലോ സാറേ. ഞങ്ങൾ ഓടിക്കുന്ന എത്ര വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ട്? എത്ര വണ്ടിക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ട്? എത്ര എണ്ണത്തിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്? എത്ര വണ്ടി വഴി നിൽക്കാതെ ഓടുന്നുണ്ട്? ഇനി അഥവാ ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താലും ഇങ്ങനെ മാധ്യമപ്രവർത്തകരെ വിളിച്ച് ഇത്ര പബ്ലിക്കായിട്ട് ഞങ്ങളെ അധിക്ഷേപിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇതിനൊക്കെ വേറെ വകുപ്പുണ്ട് സാറേ. നീയൊന്നും എന്നെ വകുപ്പ് പഠിപ്പിക്കല്ലേ. വകുപ്പ് അറിയത്തില്ലെങ്കിൽ പഠിക്കാൻ വേണം സാർ. പിന്നെ ഇതൊക്കെ സാറിന് അറിയണമെങ്കിലേ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. Just remember that.